ആംഗ്യം കൊണ്ട് മാത്രം കാണികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കലയാണ് മൈം. അതുകൊണ്ട് തന്നെ കാണികളെ ആകർഷിക്കാൻ വളരെ കളർഫുൾ ആയിരിക്കും ഇവരുടെ വേഷവിധാനങ്ങളും മേക്കപ്പും. കാസർഗോഡ് ഉദുമലിൽ നിന്നും എത്തിയ ജിജി തോമസ് മാഷിന്റെ കുട്ടികൾ ഇത്തവണ ഭീകരവാദമാണ് വിഷയമാക്കിയത്. കഴിഞ്ഞ വർഷം മാഷിന്റെ കുട്ടികൾക്കായിരുന്നു സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും. പക്ഷേ ആ ടീമിനെ ഒഴിവാക്കിയാണ് മാഷ് ഇത്തവണ ഉദുമ GHSSലെ കുട്ടികളെ കൊണ്ടുവന്നത്. അതിനുള്ള കാരണം മാഷ് തന്നെ പറയുന്നു. കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ മാഷ് വാചാലനാകുന്നു. ഒപ്പം മൈം എന്ന കലയുടെ പ്രത്യേകതകളെക്കുറിച്ചും. ശരിക്കും സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവര് എൻ്റെ അടുക്കൽ വന്ന് സമീപിച്ചു. അപ്പോൾ സാറ് ഞങ്ങളത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജില്ല കഴിഞ്ഞതിന് ശേഷം ഒരു 15 ദിവസമാണ് ശരിക്കും ഇവരൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടി സമയം കിട്ടിയിട്ടുള്ളത്. പഠിപ്പിക്കാൻ ശരിക്കും പറഞ്ഞാൽ ടഫാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല മെയ്മഴക്കം ആവശ്യമാണ്. നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം ബോഡി. അതുപോലെ ഭാവങ്ങളൊക്കെ കൊണ്ടുവരണം, മുഖത്ത് ഭാവങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ശരിക്കും ടഫുണ്ട്. നല്ല പ്രാക്ടീസ് വേണ്ട ഒരു ഇനമാണ് ഇത്. ഈ വർഷം മുഴുവൻ നടന്ന വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളെല്ലാം 5 മിനിറ്റിൽ ഒതുക്കി അവതരിപ്പിക്കുകയാണ് ഭീകരവാദം എന്ന വിഷയത്തിലൂന്നി മാഷിന്റെ കുട്ടികൾ. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഈ കുട്ടികൾ ഇവിടെ കലോത്സവത്തിൽ മൈം മത്സരിക്കാനായി എത്തിയിരിക്കുന്നത്. മെയ് വഴക്കവും മനസാന്നിധ്യവും ഏറെ വേണ്ട ഒരു കല തന്നെയാണ് മൈം. കലോത്സവത്തിൽ നിന്നും ക്യാമറമാൻ സജിത്തിനൊപ്പം ജീവനസിനു വേണ്ടി സുബിത സുകുമാർ.